മിനിമം വേതനം അടക്കമുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനെതിരെ കണ്ണൂർ കൊയിലി ആശുപത്രിയിൽ നഴ്സുമാരുടെ പ്രതിഷേധം നടക്കുകയാണ്. അല്ലാണ്ട് ഇതിനെ എന്താ ഒലക്കാ വിളിക്കണ്ടേ? എന്താ വിളിച്ചാ നീ ഇല്ല, നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടാ പറയുന്നത്. നോക്ക് എന്റെ വഴി തടയാൻ ആർക്കും സ്വാതന്ത്ര്യം. എന്റെ തീരുമാനം എടുക്കില്ല. എന്റെ വഴി തടയാൻ നമുക്ക് ആർക്കും സ്വാതന്ത്ര്യമില്ല. എനിക്ക് പോകണം. ഉച്ചവരെ ഇവിടെ സമരം ചെയ്തു. മെഡിക്കൽ സൂപ്രണ്ട് പോകുന്ന സമയത്ത് നമ്മൾ അയാളോട് സംസാരിക്കാൻ വേണ്ടി അയാൾ സംസാരിക്കാൻ നിന്നില്ല. നമ്മളപ്പോൾ തടഞ്ഞു. ദേഹത്തോട്ടൊന്നുമില്ല, പക്ഷെ അയാൾ എല്ലാവരെയും അടിക്കുകയോ ഉപദ്രവിക്കുകയും ചെയ്തു. സ്ത്രീകളുടെ എല്ലാം മേത്തോട്ട് തള്ളിയിടുകയെല്ലാം ചെയ്തു. 3 കുട്ടികൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടാണ് ഉള്ളത്. പിന്നെ ഇത് എന്താ വെച്ചാൽ ഇവരൊരു തീരുമാനം എടുക്കുന്നില്ല. ഇനി അവർ പറഞ്ഞ 2 ദിവസം കൂടെ വെയിറ്റ് ചെയ്യാനാണ്. നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കയ്യിൽ 6 കയ്യിലും സാലറി ഇല്ല. എല്ലാവരും നല്ല ബുദ്ധിമുട്ടിലാണ്. എല്ലാവരും കുടുംബവും കുട്ടികളും എല്ലാമായിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ട് നമ്മൾ പ്രീത ഇവിടുത്തെ MD ആണ് പ്രീത എൻ്റെ ഹസ്ബൻഡാണ് ആ ഡോക്ടർ. അവരെ ഉപരോധിക്കാൻ വേണ്ടി നമ്മൾ OPന്റെ ഫ്രണ്ടിലിരിക്കുകയാണ്. അവരെ ഒപ്പുവെക്കാതെ നമ്മളിവിടുന്ന് പോകില്ല എന്തായാലും. CK വിജയനാണ് വിവരങ്ങളുമായി. വിജയന, ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ താനെന്ന് വിളിക്കുന്നു, തിരിച്ച് പോടിയെന്ന് വിളിക്കുന്നു. അതിനുശേഷം സമരക്കാർക്കിടയിൽ ഈ പറഞ്ഞ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥനുണ്ട്, പ്രായമായ ഒരാളാണ്. കുന്തും തള്ളും ഉണ്ടാകുന്നുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ കയ്യേറ്റം ചെയ്താണോ അതോ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റം ഉണ്ടായതാണോ? എന്താണ് സംഭവിച്ചത്? ഇതൊരു പ്രത്യേക സംഘർഷാവസ്ഥ അവിടെ രൂപപ്പെടുകയായിരുന്നു. കാരണം കഴിഞ്ഞ 60 ദിവസമായി കണ്ണൂരിൽ ഉള്ള 6 സ്വകാര്യ ആശുപത്രിയിലെ ഏതാണ്ട് 300ഓളം വരുന്ന നഴ്സുമാർ സമരം നടത്തുകയായിരുന്നു. പലതവണ ചർച്ച നടത്തി പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ട് കണ്ണൂർ ജില്ലാ കലക്ടറുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിൽ 5 മാനേജ്മെന്റുകൾ ഈ നഴ്സുമാരുടെ ആനുകൂല്യങ്ങൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള ഡിമാൻഡുകൾ അംഗീകരിക്കാം എന്ന് സന്നദ്ധമാവുകയും ചെയ്തു. അങ്ങനെ സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഒപ്പിടാൻ തയ്യാറല്ല എന്ന് കൊയിലി മാനേജ്മെന്റ് അറിയിക്കുന്നത്. തുടർന്ന് ഇവർ പ്രക്ഷോഭമായി അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങളുമായി കൊയിലി ആശുപത്രിയിലേക്ക് എത്തുകയും ഇന്ന് വൈകിട്ട് വരെ അവരോട് സമരം നടത്തുകയും ചെയ്തു. വൈകിട്ടോടുകൂടിയാണ് അവർ ഒരു സമ്മർദ്ദ തന്ത്രം എന്ന നിലയിൽ OP തടയുന്നതിന് വേണ്ടി ശ്രമിച്ചത്. അത് അറിഞ്ഞപ്പോഴാണ് മെഡിക്കൽ സൂപ്രണ്ട് ആയ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഡോക്ടർ ഗംഗാധരൻ ഈ സമരക്കാർക്ക് അടുത്തേക്ക് വരികയും പിന്നീട് അതൊരു സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. ഉന്തും തള്ളിലേക്കും വാഗ്വാദത്തിലേക്കും എല്ലാം തന്നെ എത്തി. പിന്നീട് പോലീസ് എത്തി അദ്ദേഹത്തെ മാറ്റി അവിടെ നിന്ന് സ്ഥലത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. ഇതാണിപ്പോൾ അവിടെ ഉള്ളത്. ഈ നഴ്സുമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഒരു കാരണവശാലും ആശുപത്രി പ്രവർത്തിപ്പിക്കാൻ വിടില്ല എന്ന നിലപാടാണ് ഇപ്പോൾ നഴ്സസ് അസോസിയേഷൻ. ശരി, എന്തായാലും നഴ്സുമാരുടെ ഭാഗത്തുനിന്നും വലിയ സമ്മർദ്ദമുണ്ട്. അതേസമയം ആശുപത്രി മിനിമം വേതനം എന്ന ആവശ്യങ്ങൾ ഉൾപ്പെടെ അംഗീകരിക്കില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നതിലാണ് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന CK വിജയനാണ് വിവരങ്ങൾ നൽകിയത്.